നമസ്കാരം. വാർത്താ സംവാദത്തിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ ചട്ടത്തിൽ ഭേദഗതി. 1958 ശേഷം KER ഉണ്ടായ സമഗ്ര മാറ്റം എന്ന് വിശേഷിപ്പിക്കാം ഇതിനെ. ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷന് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ കൈവരുകയാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ പ്രതിസന്ധിയും നീങ്ങുകയാണ്. ഈ ഘട്ടത്തിലാണ് വാർത്താ സംവാദം ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പുതിയ ചട്ട ഭേദഗതിയെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ചട്ടഭേദഗതി വരുത്തുന്ന മാറ്റങ്ങൾ വിദ്യാഭ്യാസ ഭാവിക്ക് അനുകൂലമോ? 2, ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ തുടർ നടപടികൾക്ക് ഭേദഗതി ഉപകരിക്കപ്പെടുന്നത് എങ്ങനെയൊക്കെ? KSTA നേതാവ് KC ഹരികൃഷ്ണൻ, KPSTA നേതാവ് അനിൽ വട്ടപ്പാറ, DYFI സ്റ്റേറ്റ് സെക്രട്ടറി ഷിജു ഖാൻ, കോൺഗ്രസ് നേതാവ് BRM ഷഫീർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. KER-ൽ ഭേദഗതി വരുത്തി സർക്കാർ വിജ്ഞാപനമിറങ്ങി. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം കേൾക്കാം. 1958 ശേഷം KER-ൽ ഉണ്ടായ സമഗ്ര മാറ്റമാണ് ഭേദഗതി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, VHSC ഡയറക്ടറേറ്റ് എന്നിവർക്ക് KER പ്രകാരം നൽകിയിരുന്ന സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളാണ് ഭേദഗതിയിലൂടെ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷന് നൽകിയത്. KER-ലെ 32 അധ്യായങ്ങളിൽ 23 അധ്യായങ്ങളിലാണ് മാറ്റം വരുത്തിയത്. ഖാദർ കമ്മിറ്റി ശുപാർശയായ സ്കൂൾ ഏകീകരണം നടപ്പാക്കി ഉത്തരവിറങ്ങിയ മെയ് 31 മുതൽ ഭേദഗതിക്ക് പ്രാബല്യമുണ്ട്. 1 മുതൽ 10 വരെ ക്ലാസുകളുള്ള സ്കൂളുകളിൽ ഹെഡ്മാസ്റ്റർക്കാണ് ചുമതല. അതിൽ മാറ്റമില്ല. അതിൽ ഹെഡ്മിസ്ട്രസ് എന്നതുകൂടി ഭേദഗതിയിലൂടെ ചേർത്തു. 1 മുതൽ 12 വരെ ക്ലാസുകളുള്ള സ്കൂളുകളുടെ പൊതു ചുമതല പ്രിൻസിപ്പലിനാണ്. +1, +2വിന്റെ അക്കാദമിക് തലവനും പ്രിൻസിപ്പൽ തന്നെ. അതേസമയം ഈ സ്കൂളുകളിലെ ഹെഡ്മാസ്റ്റർമാർ വൈസ് പ്രിൻസിപ്പളാകുമ്പോൾ അവരുടെ അധികാരങ്ങളിലും മാറ്റമുണ്ടാകില്ല. സർക്കാരിനുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് KER ഭേദഗതി. 2009-ലെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമത്തിലെ അപാകതകൾ കൂടിയാണ് ഭേദഗതിയിലൂടെ നീങ്ങിയത്. ഭേദഗതിയിലൂടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിലെ പ്രതിസന്ധിയും നീങ്ങി. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമാറ്റം കൂടിയാണ് സർക്കാർ ഭേദഗതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം KPSTA നേതാവ് അനിൽ വട്ടപ്പാറയിൽ. ശ്രീ അനിൽ വട്ടപ്പാറ, അതായത് മെയ് 31, 2019 മുതൽ പ്രാബല്യം ഉണ്ടാകുന്ന തരത്തിലാണ് ഈ ചട്ടം ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായും വാർത്താമൂല്യം കൈവരുന്നത് 1958-ലെ വിദ്യാഭ്യാസ നിയമവും അത് നടപ്പിലാക്കുന്ന ചട്ടവും ഭേദഗതി ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശകൾ നടപ്പാക്കുകയും അതിന്റെ തുടർ നടപടികൾ കോടതി സ്റ്റേയിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇവയെ സംബന്ധിച്ച് ചർച്ചയാകുന്നത്. എങ്ങനെ കാണുന്നു ഈ ഭേദഗതിയെ? KPSTA ഉർവശി ശാപം ഉപകാരം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ഒരു നടപടിയാണ് KER അമെൻഡ് ചെയ്തതിലൂടെ ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. കാരണം വളരെ അവധാനതയോടുകൂടി ഈ പറഞ്ഞതുപോലെ 1958 ശേഷം ഒട്ടേറെ ഭേദഗതികൾ വന്നിട്ടുണ്ട് KER-ൽ. അത് ഒക്കെ വിദ്യാഭ്യാസ മേഖലയിലെ ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള മാറ്റങ്ങളായിരുന്നുവെങ്കിൽ, ഭേദഗതികളായിരുന്നുവെങ്കിൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധി മറികടക്കാൻ കോടതിയിൽ ഉള്ള ഖാദർ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേ, അതിന്റെ വാദം തുടരുന്നതിനിടയ്ക്ക് കോടതി ചില ഗവൺമെന്റ് പ്ലീഡറോട് ചോദിച്ച ചില ചോദ്യങ്ങൾ, ഈ കമ്മിറ്റിയിലെ കാര്യങ്ങൾ, കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന നടപ്പിലാക്കാൻ പോകുന്ന പല കാര്യങ്ങളും സാധുത ഇല്ലാത്തതാണ്. അത് സാധുത വരുത്തുന്നതിനായി KER-ൽ എന്തൊക്കെ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ധൃതി പിടിച്ച് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് 32 അധ്യായങ്ങളിൽ 23 അധ്യായങ്ങളിൽ മാറ്റം വരുത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിശദാംശങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടില്ല. തീർച്ചയായും എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് പറയുകയാണെങ്കിൽ ഇത് തികച്ചും ഉപരിപ്ലവമായി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു ഗുണവും ചെയ്യുന്ന തരത്തിലുള്ള, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒന്നുമല്ല എന്ന് ആണ് KPSTA-യുടെ അഭിപ്രായം. കാരണം ഇവിടെ ഹെഡ്മാസ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻഡിപെൻഡന്റ് ഹൈസ്കൂളിൽ ഹെഡ്മാസ്റ്റർ മാത്രമാണ്, എല്ലാ അധികാരങ്ങളും സർവാധികാരിയാണ്. പക്ഷേ അദ്ദേഹം
ഒരു +2 ഉള്ള ഒരു സ്കൂളിൽ വരുമ്പോൾ അദ്ദേഹം വൈസ് പ്രിൻസിപ്പലായി മാറുന്നു. അദ്ദേഹത്തിന്റെ അവകാശ അധികാരങ്ങൾ കുറയുന്നില്ല എന്ന് പറയുന്നുവെങ്കിലും അത് കുറയുന്നു. ആ സ്കൂളിലെ മുഴുവൻ അധികാരി പ്രിൻസിപ്പലായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ കുറയുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോ അധികാരങ്ങൾ കുറയുന്നു. തീർച്ചയായും ഈ അധികാരങ്ങൾ കുറയുന്നതിലാണോ വിദ്യാഭ്യാസ മൂല്യത്തിൽ എന്നുള്ള പ്രശ്നം വരുന്നതാണോ? ഏതാണ് നിങ്ങളുടെ മൂല്യങ്ങൾ? പറയുന്നത് ഒരു ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 15-16 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്, അതിന്റെ ഭരണം നടത്തിയിരുന്നത് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അധികാരവും ഇല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് ഒരു അധികാരവും ഇല്ലാതെ അതെല്ലാം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിന് മാറുന്നു. രണ്ടും ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടിയുടെയും ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെയും UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെയും അതുപോലെ LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെയും പ്രായത്തിനനുസരിച്ചാണ് കോത്താരി കമ്മീഷനിൽ തന്നെ ഈ ഇങ്ങനെ ഒരു ഘടനയുള്ളത്. നമ്മുടെ വർഷങ്ങളായി കേരളത്തിലെ ഘടന LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്ന ഘടന കഴിഞ്ഞ 30 വർഷക്കാലമായി ഹയർ സെക്കൻഡറിയും കൂടെ വന്നപ്പോൾ അതിനും കോടതിയുടെ ചിലവിൽ മറവിൽ ആ കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അതും ദൂരീകരിക്കണം. കാരണം ഇങ്ങനെ ഒറ്റ ഡയറക്ടറേറ്റിന് കീഴിൽ കൊണ്ടുവരുന്നതോ ഹെഡ് മാസ്റ്റർ വൈസ് പ്രിൻസിപ്പൾ ആകുന്നതോ പ്രിൻസിപ്പൾ ആകുന്നതോ ആയ സർക്കാരിന്റെ നടപടികൾക്കൊന്നും ഒരു സ്റ്റേയുമില്ല. ഉള്ളത് ഇതിന്റെ തുടർ നടപടികളിലേക്ക് പോകുന്നതിലാണ് കോടതിയുടെ സ്റ്റേ ഉള്ളത്. അതൊന്ന്. രണ്ടാമത്തെ വിഷയം, അധ്യാപക സംഘടനകൾ എന്ന നിലയിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തണം, പരിഷ്കരിക്കണം എന്നത് നിങ്ങളുടെയും നേരത്തെ മുതലുള്ള ആവശ്യമായിരുന്നല്ലോ. ഇപ്പോഴെന്താണ് മലക്കം പറയുന്നത്? ഇതിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ അവകാശ നിയമം കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഖാദർ കമ്മിറ്റിയെ നിയമിച്ചത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായതിന്റെ 2 ഭാഗങ്ങൾ ഉണ്ട്. ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ ഘടനാപരമായ മാറ്റങ്ങൾ മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോ KER മാറ്റം വരുത്തി. ഇനി 2ാം ഭാഗം വരുമ്പോൾ അതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ പ്രതിലോമമായ നിർദ്ദേശങ്ങൾ അത് കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ അപ്പോഴും KER-ൽ മാറ്റം വരുത്തും. അപ്പൊ ഇവിടെ ഒരു KER ഇപ്പോ നിയമസഭ കാതലായ വിഷയം ഇതാണ്. ഞാൻ മറ്റതികളിലേക്ക് പോവുകയാണ്. കാരണം അധികാരം ഹെഡ് മാസ്റ്ററിന് അല്ല ഒരു മിനിറ്റ്, അധികാരം ഹെഡ് മാസ്റ്ററിന് നഷ്ടമാകും. ഈ പരിഷ്കാരം വേണ്ടി വരുമ്പോൾ പരിഷ്കാരം നടത്തേണ്ടി വരുന്നു കോടതിയിലെ വിധി അതിജീവിക്കാൻ എന്നതല്ലാതെ ഇതിന്റെ ഉദ്ദേശം വിദ്യാഭ്യാസ മൂല്യം വർദ്ധിപ്പിക്കുക എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപവും അക്കവിട്ട് തിരുത്താൻ നിങ്ങൾക്കാകുന്നില്ല. അതാണ് വിഷയം. ഞാൻ ഹരികൃഷ്ണ മാഷിലേക്ക് കൂടി പോവുകയാണ്. ഈ ചട്ടഭേദഗതിയും അതിന്റെ പശ്ചാത്തലത്തിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ശുപാർശയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളെയും എങ്ങനെയാണ് KST എന്ന് നോക്കിക്കാണുന്നത്? ഇവിടെ സംസാരിക്കുമ്പോൾ താങ്കളായാലും സംസാരിക്കുമ്പോൾ ഇതിലെ ഒരു വൈസ് പ്രിൻസിപ്പളാകുന്നു HM അങ്ങനെ ഇതിനെ ഒരു ലഘൂകരിച്ച് കാണുകയല്ല കാര്യത്തിൽ വേണ്ടത്. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 58-ന് ശേഷം ഒരു വലിയ പരിഷ്കാരം നടന്നിരിക്കുകയാണ്. 23 അധ്യായങ്ങളിലായി അതിന്റെ മാറ്റങ്ങൾ വരിക്കുന്നു. പൂർണ്ണമായി എന്ന അഭിപ്രായം നമുക്കില്ല. ഇനിയും KER-ൽ 57 വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാശ്ചാത്തലമല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ സമഗ്രമായി ഇനിയും KER പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ ചുരുക്കി കാണുകയല്ല വേണ്ടത്. അങ്ങനെ കാണുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ഇതിൽ കുറേ കാര്യങ്ങൾ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഇപ്പം നടപ്പിലാക്കാൻ തീരുമാനിച്ച കാര്യങ്ങളാണ് 31 മെയ് മാസം 2019 ഉത്തരവിറക്കിയത്. അതിലെ 3 കാര്യങ്ങളെ പ്രധാനമായി പറഞ്ഞിട്ടുള്ളൂ. അതിലൊന്ന്, ഈ 3 ഡയറക്ടറേറ്റുകൾ ഇല്ലാതാവുകയും പകരം ഒന്ന് വരികയും. അത് വളരെ കൃത്യമായ പോയിന്റാണ്. ഏതെങ്കിലും ഒന്ന് എടുത്തു കളിയെന്നല്ല പറഞ്ഞത്. ഇതെല്ലാം ഇല്ലാതായി ഒരു അധികാര കേന്ദ്രത്തിലേക്ക് വരുന്നു. അതാണ് DG. പിന്നീട് നേരെ താഴെ പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും എന്ന തരത്തിൽ സ്കൂളിന്റെ അധികാരി പ്രിൻസിപ്പളായി മാറുന്നു. അവിടെയുള്ള ഹെഡ് മാസ്റ്റർ വൈസ് പ്രിൻസിപ്പളാണ്. എന്നാൽ ഹെഡ് മാസ്റ്റർ ഇല്ലാതാവുന്നില്ല, LP സ്കൂൾ ഇല്ലാതാവുന്നില്ല, UP സ്കൂൾ ഇല്ലാതാവുന്നില്ല, ഹൈസ്കൂൾ LP സ്കൂൾ ആവുന്നില്ല, ഹയർ സെക്കൻഡറി ഇല്ലാതാവുന്നില്ല. ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഇത്തരം സ്കൂളുകളിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും നിൽക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? സ്കൂളിനെ ഒന്നായി കാണുക എന്ന വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യമാണ്. ആ ലക്ഷ്യമാണ്. ഇതിൽ ആർക്കും അഭിപ്രായറ്റേഴ്സ് ഇല്ല. ഇപ്പൊ KPSTക്കും അഭിപ്രായറ്റേഴ്സ് ഇല്ല, നേരത്തെ ഇല്ല. അവർ എഴുതി കൊടുത്തതെല്ലാം ആ രീതിയിലാണ്. അപ്പോ അതിനെക്കുറിച്ച് ഇപ്പോഴും അഭിപ്രായമില്ല. പിന്നെന്താ കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതി വളരെ ലളിതമാണ്.
നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും, തുടർ നടപടികൾ തൽപര കക്ഷികളുമായി ആലോചിക്കണം. അതിനാണ് സ്റ്റേ. നിലവിലുള്ള ഒന്നിനും സ്റ്റേ ഇല്ല. 31 മെയ് മാസം 2019 തന്നെ KER പരിഷ്കരണത്തിന് വേണ്ടി ഉത്തരവ് ഇറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് വന്നുള്ളത്, മുൻകാല പ്രാബല്യം വന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം ലക്ഷ്യമിട്ടുണ്ടല്ല, അന്ന് തന്നെ ഈ ഉത്തരവ് പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഏർപ്പാടാക്കുന്നു. അതുകൊണ്ട് 31 മെയ് 2019 മുതൽ പ്രാബല്യത്തിലിരിക്കുന്ന ഇതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇങ്ങനെ വരുത്താമെന്ന് KER-ന്റെ 36-ാം അധ്യായത്തിലുണ്ട്. മുൻകൂട്ടിയ വരാതെ ഭാവിയിലോ അതിന്റെ പിറകിലോ ബാധിക്കുന്ന വിധത്തിൽ ഈ റൂള് നിയമിക്കാൻ ഗവൺമെന്റിൽ അധികാരമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇപ്പൊ ചെയ്ത കാര്യം എന്താ, 32-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി മാത്രം ബാധിക്കുന്ന സ്പെഷ്യൽ റൂളാണ്. ആ ഹയർ സെക്കൻഡറി ഇതിലിപ്പോ ഒട്ടിച്ചു ചേർത്തതിനെ ഇപ്പൊ എന്താക്കി, ഒന്നാക്കി മാറ്റി. DG എന്ന് പറയുന്നതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകിയാണ്. ഇനി മുതൽ ഹയർ സെക്കൻഡറി ഡയറക്ടർ ഇല്ല. ഹയർ സെക്കൻഡറി ഉണ്ട്, തെറ്റിദ്ധരിപ്പിച്ച് പറയാൻ പാടില്ല. ഹയർ സെക്കൻഡറി ഉണ്ട്, ഹയർ സെക്കൻഡറി ഡയറക്ടർ ഇല്ല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടർ ഇല്ല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്. അവിടെയെല്ലാം പേര് DG, ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ആയി മാറുന്നു. അങ്ങനെ വന്നാൽ ഈ കേരളത്തിലെ ഒരു ഉത്തരവ് ഒരാൾ പുറപ്പെടുവിച്ചാൽ അത് സ്കൂളിനെ ആകെ ബാധിക്കുന്നു. നമ്മളിപ്പോ പറയേണ്ടത് ഒരു സ്ഥാപനത്തിന് ഒരു മേധാവിയായാലുള്ള അക്കാദമിക് നേട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഒരാളുടെ അധികാരവും പോകുന്നില്ല എന്ന് ആവർത്തിച്ചും ഈ പറയുന്ന അമെന്റ്മെന്റിൽ കൃത്യമാണ്. നിലവിലുള്ള ഒരാളുടെയും അധികാരത്തെ കുറിച്ച് ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന മാറ്റങ്ങൾ വരുന്നു എന്ന് മാത്രമാണ് എല്ലാ ചാപ്റ്ററിലും വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഇതിന്റെ അക്കാദമിക് നേട്ടത്തെ ചർച്ച ചെയ്യുമ്പോൾ ഒരു സ്കൂളിനെ കോമ്പൗണ്ട്, ഒരു ക്യാമ്പസ് ഒന്നായി മാറുന്നു. നിലവിലുള്ള 3 ഉത്തരവുകൾ വന്ന 3 അധികാരികൾ ഉണ്ടാകുന്ന സ്ഥലത്തിന്റെ ക്യാമ്പസ് ഒന്നായി മാറുകയും ഒരു സ്കൂൾ ഉണ്ടാകുന്ന അക്കാദമികമായിട്ട് ഒന്നായി കാണാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അക്കാദമിക് മുന്നേറ്റം. മറ്റൊന്ന് പരീക്ഷയാണ്. ഇതിനകത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരീക്ഷയാണ്. ആ പരീക്ഷയെക്കുറിച്ചും ഈ പറയുന്നുണ്ട്. DG ആയിരിക്കും പരീക്ഷയുടെ ചുമതല. ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാലോ, ഒരു സ്കൂളിൽ 3 വ്യത്യസ്ത തലത്തിലാണ് പരീക്ഷ നടത്തുന്നത്. ഈ പരീക്ഷ വ്യത്യസ്ത തീയതികൾ നടത്തുന്നു. ഇപ്പൊ തന്നെ പരീക്ഷ നടത്തുന്നത് ഹയർ സെക്കൻഡറി ഡയറക്ടർ പറയുമ്പോൾ ആര് വേണം, പ്രൈമറി അധ്യാപകം വേണം. കൃത്യമായി നടത്താൻ കഴിയുന്നില്ല എന്ന് നമ്മൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 3 പരീക്ഷ ഒന്നായി നടത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിന്റെ 58-ന് ശേഷം നടക്കുന്ന വലിയ വിപ്ലവകരമായ മാറ്റമാണ്. ഒന്നായി ഒരു സ്ട്രക്ചറിൽ പരീക്ഷ നടത്തുന്നു. കുട്ടികൾക്ക് മാഷ് നേരത്തെ സൂചിപ്പിച്ചു, ഇത്തരത്തിലുള്ള ഒരു ആവശ്യമായിരുന്നു KPST അടക്കമുള്ള അധ്യാപക സംഘടനകൾ നേരത്തെ വെച്ചിരുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോൾ അനിൽ വട്ടപ്പാറ അടക്കമുള്ളവർ മലക്കം മറിയുകയാണ്. തീർച്ചയായും അക്കാര്യത്തിൽ യാതൊരു തർക്കവും അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇത് ഒന്നായി വേണം എന്ന് ഇവരെല്ലാം എല്ലാ ഘട്ടത്തിലും ഇവരുടെ ഭരണകാലത്തും അവർക്ക് ആ സമയം നടപ്പിലാക്കാൻ കഴിയില്ല. അവരുടെ ഭരണകാലത്തും ഒരാവശ്യപ്പെട്ടു, ഇതൊന്നാവണം, ഇതൊന്നാവേണ്ടതാണ്. മാത്രമല്ല 32-ാം അധ്യായത്തിൽ 4-ാമത്തെ കാര്യം വട്ടപ്പാറ വായിക്കണം. എന്താ പറയുക, ഇറ്റ് ഈസ് ഒരു 10ാം ക്ലാസിന്റെ പാർട്ട് ഓഫ് ദ സ്കൂൾ എന്നാണ് ഈ സ്പെഷ്യൽ റൂളിൽ ഇപ്പോൾ ഉള്ള KER നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പാർട്ട് ഓഫ് ദ സ്കൂൾ എന്ന് പറഞ്ഞ KER എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ഇതിനു വേണ്ടി ബാധിച്ചത്. ഇപ്പോ രാഷ്ട്രീയ കാരണങ്ങളാൽ പിന്നെ ഇത് പറയല് അനിൽ വട്ടപ്പാറയ്ക്ക് ഇത് പറഞ്ഞേ പറ്റൂ. അല്ലെ, എനിക്ക് അഭിപ്രായം ഇല്ല. ഈ പറയുന്നത് എനിക്ക് അഭിപ്രായം ഇല്ല. കാരണം അവരുടെ മനസ്സിലും അവരുടെ വിദ്യാർത്ഥി സംഘടനയ്ക്കും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞാൽ അവർ അംഗീകരിക്കും. അതാണ് ഷഫീറെ, അതായത് BRM ഷഫീർ. അതായത് ഈ ഖാദർ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിലെ തീരുമാനങ്ങൾ ഞങ്ങളുടേതായ നിർദ്ദേശങ്ങൾ നേരത്തെ ഹരീഷൻ സാർ പറഞ്ഞതിന് ഞാൻ അംഗീകരിക്കുന്നില്ല. കാര്യം ഞങ്ങൾക്ക് ഇതിനോട് അനുകൂലം. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ പോസിറ്റീവായ മാറ്റങ്ങൾക്ക് KPST ഒരിക്കലും എതിരല്ല. പക്ഷേ ഈ കാര്യത്തെ ഞങ്ങൾ കൃത്യമായ ഖാദർ കമ്മിറ്റിയുടെ മുന്നിൽ കൃത്യമായി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് കൃത്യമായി ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് വിദ്യാഭ്യാസ പാക്കേജ്, ഐതിഹാസികമായ 100 ദിവസ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ വിദ്യാഭ്യാസ പാക്കേജ്, അത് KSTയുടെ ഓഫീസിൽ അന്നത്തെ KPSTയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹരിഗോവിന്ദൻ സാറും GSTUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശശി സാറും പോയി ആ KSTയെയും കൂടെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. പക്ഷേ ഇവിടെ നിയമസഭ നടക്കുന്നു. KER-നെ പറ്റി എന്തെങ്കിലും ചർച്ച, ഈ വിദ്യാഭ്യാസ ഖാദർ കമ്മിറ്റിയെ പറ്റി ഒരു ചർച്ചയും നടത്താതെ എന്തിനാണ് ഗോപ്യമായി, വളരെ രഹസ്യമായി, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ KSTUവിന്റെ ഒരു നേതാവിനോട് ചർച്ച ചെയ്യാതെ രഹസ്യമായി നടപ്പിലാക്കുന്നത് പരിഷ്കാരങ്ങൾ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല.
താങ്കൾ പറയുന്ന വാദം ശരിയായിരുന്നുവെങ്കിൽ കോടതി സ്റ്റേ ചെയ്തേനെ. പക്ഷെ അതിന് സ്റ്റേ ഉണ്ടായിട്ടില്ല. തുടർ നടപടികൾ ജുഡീഷ്യൽ മര്യാദ മാത്രമാണ്. ശ്രീ BRM ഷഫീർ, അതായത് ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നു. ഒരു പരിഷ്കാരത്തെ നാം നോക്കിക്കാണേണ്ടത് അതിന്റെ ഏതു തരത്തിലുള്ള പരിപ്രേക്ഷ്യത്തിലാണ്? വിദ്യാഭ്യാസത്തിന്റെ സമഗ്രമായ മാറ്റം 1958 അല്ല 2019. അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളെ കൃത്യമായും ശാസ്ത്രീയമായും അവലോകനം ചെയ്യുകയും പുനർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പോസിറ്റീവ് വശം ഉണ്ടാവുക എന്നതാണ്. ഇവിടെ അധ്യാപക സംഘടനകൾ എന്താണ് പറയുന്നത്? ഇന്നയാളുടെ അധികാരം പോവും, ഇന്നയാളുടെ പേര് മാറുന്നു, ഈ സ്ട്രക്ചറിന് പ്രശ്നം വരുന്നു. വിദ്യാഭ്യാസ മൂല്യത്തിന് അനുകൂലമാണോ? അനുകൂലമല്ല എങ്കിൽ ഇതൊക്കെയാണ് കാരണം. ഇതല്ലേ സംഘടനകൾ പറയേണ്ടത്? അവിടെയാണ് രാഷ്ട്രീയവൽകൃതമായ മുഖം രൂപപ്പെടുന്നത്. ശരി. ഈ വിദ്യാഭ്യാസ ചട്ടം ഇപ്പൊ അടിയന്തരമായിട്ട് ഭേദഗതി ചെയ്തതിനെ സംബന്ധിച്ച് നിങ്ങൾ പറയാതെ പോയി ഒരു വർഷം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ആശ പറഞ്ഞു, നിങ്ങൾ സ്കൂളുകൾ യോജിപ്പിക്കുന്നതിന് മുമ്പ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിട്ട് യോജിപ്പിക്കുന്നതായിരുന്നില്ലേ മര്യാദ എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിച്ചതിൽ അർത്ഥമില്ലേ എന്ന് പറഞ്ഞിടത്തു നിന്നാണ് ഈ ചട്ടം ഇപ്പൊ അടിയന്തരമായിട്ട് ഈ പുനഃപ്രശ്നത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് NSS ഉൾപ്പെടെ 18ഓളം അധ്യാപക സംഘടനകൾ, അതിനകത്ത് ഇടതുപക്ഷത്തിന്റെ പല അധ്യാപക സംഘടനകളുമുണ്ട്, അവർ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു, ഞങ്ങളോട് സംസാരിക്കാതെ, ഞങ്ങളോട് കൺസൾട്ട് ചെയ്യാതെ, ഞങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയാതെ, വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ആലോചിക്കാതെ, അധ്യാപക സംഘടനകളുമായിട്ട് ആലോചിക്കാതെ, ഇവിടെ പിന്നെ നമ്മുടെ ഖാദർ കമ്മിറ്റിയുടെ പകുതി ബന്ധ റിപ്പോർട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായിട്ടൊന്നും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. പകുതി സമർപ്പിക്കപ്പെട്ട ഖാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമല്ലാതിരിക്കവേ അതിന്റെ പകുതി ഭാഗം എടുത്തു വെച്ചുകൊണ്ട് സ്കൂളുകൾ യോജിപ്പിക്കാനുള്ള ആദ്യ ശ്രമത്തെയാണ് ഞങ്ങൾ ആദ്യം തന്നെ എതിർത്തത്. അപ്പൊ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ചട്ടങ്ങൾ ഈ കാര്യത്തിൽ ഭേദഗതികൾ വരുത്തിയതിനു ശേഷം സ്കൂൾ സംയോജനത്തിലേക്ക് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് കേട്ടില്ല. ഞങ്ങൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതി തിരിച്ച് ഈ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന്റെ കാമ്പ് സർക്കാരിന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അടിയന്തരമായിട്ട് ഇപ്പൊ അടിയന്തരമായിട്ട് ഈ ഭേദഗതിയിലേക്ക് വന്നത്. ഒന്ന്. രണ്ട്, ഇതൊന്നും ഹെഡ് മാസ്റ്റർ മാത്രം പ്രശ്നമൊന്നും അല്ല, അത് അധ്യാപക സംഘടന നേതാക്കൾ വളരെ ലഘൂകരിക്കാൻ ശ്രമിച്ചതായി നിങ്ങൾക്ക് തോന്നിയതാണ്. അങ്ങനെയല്ല. ഇവിടുത്തെ പ്രശ്നം എന്തെന്നറിയോ? ഒന്ന്, ഹൈസ്കൂൾ ഇപ്പൊ നിങ്ങൾ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ അധ്യാപക സംഘടന നേതാവ്. എന്റെ വാദം കേൾക്കും. എന്റെ വാദം കേട്ടതിന് ശേഷം നിങ്ങൾ പർവാദങ്ങൾ ഉന്നയിക്കാൻ അവസരം കൊടുക്കൂ. ഇവിടുത്തെ ചോദ്യം അറിയോ? ഇവിടെ ഏറ്റവും കൂടുതൽ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടി, വിദ്യാഭ്യാസ മേഖലയിൽ 2 മന്ത്രിമാർ, ഉന്നതതലം അധോതലം എന്ന രീതിയിൽ 2 തലങ്ങളിൽ 2 മന്ത്രിമാരെ വാഴിച്ചൊരു പാർട്ടിയുടെ അധ്യാപക സംഘടന നേതാവ് പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ എതിർക്കാൻ പാടുണ്ടോ? സാർ, 1986 വിദ്യാഭ്യാസ ദേശീയ നയത്തെ എതിർത്തത് ആരാണ് സാർ? ആരാണ് സാർ പ്രീ ഡിഗ്രി ബോർഡിനെ എതിർത്തത്? ആരാണ് സാർ പ്ലസ് ടുവിനെ എതിർത്തത്? ആരാണ് സാർ സർവകലാശാലകളുടെ ഏകീകരണത്തെ എതിർത്തത്? പുതിയ സർവകലാശാലകൾ എതിർത്തത് ആരാണ് സാർ? സ്വാശ്രയ സർവകലാശാല എതിർത്തത് ആരാണ് സാർ? ആട്ടോണമസ് ബോഡി എതിർത്തത് ആരാണ് സാർ? എല്ലാം നിങ്ങളുമായി ബന്ധപ്പെട്ട അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളുമാണ്. ഞങ്ങൾ അന്നും ഇതിനൊക്കെ അനുകൂലമായിരുന്നു. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഒന്ന്, DPI DG ആയിട്ട് മാറുമ്പോൾ അത് ഗുണനിലവാരം വർദ്ധിക്കുന്നുണ്ടോ? ഒരു പൊതു ചർച്ച വേണ്ടേ? രണ്ടാമത്തെ 5 പോയിന്റ്. 2, ഹൈസ്കൂൾ അധ്യാപകരുടെ യോഗ്യതയിൽ ഇളവ് കൊടുത്തതോടുകൂടി നിങ്ങൾ ആലോചിക്കണം, MAയും PhDയും നെറ്റും സെറ്റും ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ നിങ്ങൾ പറഞ്ഞോ, അധ്യാപകരുടെ യോഗ്യതകളിൽ ഇളവ് കൊടുത്തതോടുകൂടി പ്രൊമോഷൻ സാധ്യതകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ പേരിൽ നിങ്ങൾക്കറിയോ, ഹൈസ്കൂൾ തലത്തിലെ 3000ഓളം ഹെഡ് മാസ്റ്റർമാരും അതുമായി ബന്ധപ്പെട്ട സംഘടനയും മുൾമുനയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ പരിപ്രേക്ഷ്യം. മൂന്നാമത്തെ കാര്യം, ഇത് അപ്രഖ്യാപിതമായിട്ടുള്ള നിയമന നിരോധനത്തിൽ, അഥവാ ഒരു ഹെഡ് മാസ്റ്റർക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു അധ്യാപകന്റെ സാധ്യത അടയപ്പെടുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, നിങ്ങൾക്കറിയോ, ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് പോലെ ഒരു സ്കൂളിൽ 2 അധികാര കേന്ദ്രങ്ങൾ വരുന്നു എന്നുള്ളതും, രണ്ടാമത്തെ അധികാര കേന്ദ്രത്തെ സംബന്ധിച്ച് കരിക്കുലത്തിലോ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിലോ വ്യക്തതയും ഒരു ശുദ്ധതയും ഇല്ല എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, ഇവിടുത്തെ ഭാഷാധ്യാപകരുടെ പ്രശ്നത്തെ സംബന്ധിച്ച് ഈ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടോ ഈ കരിക്കുലമോ ഒരു തരത്തിലുള്ള കാര്യത്തെയും അഡ്രസ് ചെയ്തിട്ടില്ല. 5, ഈ കലാകായിക അധ്യാപകരെ സംബന്ധിച്ച് അവരെ ക്ലസ്റ്ററിലേക്ക് മാറ്റുന്നതിനെ സംബന്ധിച്ച് കരിക്കുലം ഒന്നും പറയുന്നില്ല. 3, ഈ NCERT-യുടെ സിലബസുകൾ ലഘൂകരിക്കാനും സയൻസ് പോലുള്ള വിഷയങ്ങൾ മലയാളീകരിക്കാനുമുള്ള ശ്രമം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് കേന്ദ്ര തലത്തിൽ വരുന്ന പരീക്ഷകളിൽ
മലയാളികൾക്ക് കടന്നുകൂടാനുള്ള അവസരം, അഥവാ നീറ്റ് പോലുള്ള പരീക്ഷകളിൽ, IIT-കളിലേക്കുള്ള പരീക്ഷകളിൽ, ഉന്നത തലങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരീക്ഷകളിലേക്കുള്ള നിലവാരത്തിലേക്ക് മലയാളികൾക്ക് എത്തിപ്പെടാത്ത വണ്ണം അവരുടെ നിലവാരം കുറയ്ക്കുന്നതാണ്. ഇങ്ങനെ ഒന്ന് അധ്യാപകരുടെ പ്രശ്നം, രണ്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നം, പിന്നെ ക്ലസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, പിന്നെ നിയമന നിരോധനവുമായി ബന്ധപ്പെട്ട് ചെയ്യാതെ അടിച്ചുരുട്ടി കൊടുത്ത ഖാദർ കമ്മീഷൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ഷിജു ഖാൻ ഗുരുതരമായ ആരോപണം. അതായത് EMS-ലൂടെ അടക്കം അധികാര വികേന്ദ്രീകരണത്തെ പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ ആ നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ഈ വിദ്യാഭ്യാസ ഏകീകരണത്തിലൂടെ സംഭവിപ്പിക്കുന്നതെന്ന വാദമാണ് മുമ്പോട്ട് വെക്കുന്നത്. നിയമന നിരോധനം അടക്കം പല കാര്യങ്ങളും പറയുന്നു. എല്ലാ കാലങ്ങളിലും ഈ രീതിയിൽ പരിഷ്കാരങ്ങളെ എതിർത്തിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന രാഷ്ട്രീയ ആരോപണമാണ് മുമ്പോട്ട് വെക്കുന്നത്. ഇവിടെ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ മാറ്റങ്ങൾ വളരെ ഗുണപരമായ മാറ്റങ്ങളാണ് എന്ന് പൊതുസമൂഹവും അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ അംഗീകരിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. പ്രൊഫസർ ഖാദറിനെ പോലെ കേരളത്തിലെ, ഇന്ത്യയിലെ വളരെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണന്റെ നേതൃത്വത്തിൽ ഗൗരവമേറിയ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും അത് നടപ്പിലാക്കുന്നതിൻ്റെ നടപടികൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കുറേയധികം ആശങ്കകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ അധ്യാപകരോ അതല്ലെങ്കിൽ ആരെങ്കിലുമോ അവർക്ക് ഉന്നയിക്കാൻ പാടില്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉന്നയിക്കപ്പെടാം. എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ ഒരു മാറ്റമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. കാരണം നിലവിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള നമ്മളൊരു വളരെ ജനറലായ ഒരു കാറ്റഗറിയായി എടുക്കാം. ഇത് എന്തുകൊണ്ടാണ് ഒരു ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന, ഒരു കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളെ നമ്മൾ 3ആയി തരംതിരിച്ച് അവിടുത്തെ സകലമാന കാര്യങ്ങളും താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്ന ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ട്. 1964-66 കാലത്ത് പുറത്തിറങ്ങിയ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രത്യേകം പറയുന്നത് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളെ കുറിച്ച് പറയുന്നു. 1968 ദേശീയ വിദ്യാഭ്യാസ നയം, 1986 ദേശീയ വിദ്യാഭ്യാസ നയവും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാം ഓഫ് ആക്ഷൻ, ആചാര്യ രാമമൂർത്തി കമ്മീഷൻ, അത്തരത്തിലുള്ള കമ്മീഷനുകളെല്ലാം ബഹുമാനപ്പെട്ട ഹരികൃഷ്ണൻ മാഷൊക്കെ ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ ഇടപെട്ട ആളുകളാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് എല്ലാം 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഒറ്റ ഘടനയെക്കുറിച്ച് പരാമർശിക്കുകയാണ്. ഇപ്പോ ഇവിടെ ഇവരൊക്കെ ആശങ്ക രേഖപ്പെടുത്തി ശ്രീ അനിൽ വട്ടപ്പാറ, ശ്രീ ഷഫീറൊക്കെ ഉന്നയിക്കുന്നത് കണ്ടാൽ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സംവിധാനമേ ഇല്ലെന്ന് തോന്നും. നിങ്ങൾ CBSE എടുക്കൂ, ICSE എടുക്കൂ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ എടുക്കൂ, ഇതെല്ലാം പല കാലങ്ങളിലുമുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒറ്റ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നതിന് ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഇവർക്ക് അതിലൊന്നും വലിയ ആശങ്കയില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ സിലബസുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ ഉണ്ടാകുന്നില്ല. പരീക്ഷാ സമയമോ ക്ലാസിന്റെ സമയമോ അട്ടിമറിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. ഗുണനിലവാരത്തിൽ താഴേക്ക് പോകുന്നുണ്ടോ? ഇല്ല. പോസിറ്റീവായ മാറ്റങ്ങളാണ്. ഇനി അധികാരത്തെക്കുറിച്ചാണ്. എനിക്കൊരു അധ്യാപക സംഘടനയുടെ പ്രതിനിധി സ്കൂളിന്റെ അധികാരത്തെക്കുറിച്ച് ഇങ്ങനെ വാചാലനാകുന്നത്, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഹെഡ്മാസ്റ്ററുടെ ഇവിടെ അധികാരത്തിന്റെ പ്രശ്നമല്ല. സ്കൂളുകൾ മെച്ചപ്പെടണം. ഹയർ സെക്കൻഡറി അധ്യാപകന്റെ അനുഭവവും ഹൈസ്കൂൾ അധ്യാപകന്റെ അനുഭവവും LP UP മാഷിന്റെ അനുഭവവും എല്ലാം ചേരുന്ന ഒരു പങ്കാളിത്തം സ്കൂളിന്റെ വികസനത്തിൽ ഉണ്ടാവണം. ഇപ്പോ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ കാണണം. ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു, +2 ഞാൻ പഠിച്ചു. അവിടെ UP ക്ലാസ് ഉണ്ട്, അവിടെ ഹൈസ്കൂൾ ഉണ്ട്, അവിടെ ഹയർ സെക്കൻഡറി ഉണ്ട്. ഇവിടെ ഒരു പ്രശ്നം, സ്കൂളിന്റെ ഒരു പ്രശ്നം വന്നാൽ ആരാണ് അഭിപ്രായപ്പെടുക? അവിടെ പ്രിൻസിപ്പൽ ഉണ്ട്, ഇപ്പുറത്തെ ഹെഡ് മാഷ് ഉണ്ട്, അത് കഴിഞ്ഞ് മറ്റാളുകളുണ്ട്. ഇപ്പൊ അതൊക്കെ മാറുന്നു. സ്കൂളിന് ഒരു പ്രിൻസിപ്പൽ, എല്ലാ ക്ലാസ്സിനും കൂടിയായി ഒരു പ്രിൻസിപ്പൽ ഉണ്ടാകുന്നു. അധ്യാപകന്റെ ഉത്തരവാദിത്വം ഗുണപരമായി മെച്ചപ്പെടും. അതുപോലെ ഹെഡ് മാഷിന്റെ അധികാരം കുറയുന്നുണ്ടോ? ഇവർക്ക് അതാണ്. ഒരു അധികാരവും കുറയുന്നില്ല. അദ്ദേഹം വൈസ് പ്രിൻസിപ്പൽ ആണ്. ഹെഡ് മാസ്റ്ററിൽ നിന്ന് വൈസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു ചുമതല, അതിനെ ആ പദപ്രയോഗം പോലും നിസ്സാരമല്ല. അത് യഥാർത്ഥത്തിൽ നമ്മുടെ അധ്യാപകരുടെ അവരുടെ സ്ഥാനം ഉയർത്തുകയാണ് എന്ന് വേണം നമ്മൾ കാണേണ്ടത്. ഇനി ഷഫീർ ഉന്നയിച്ച പോലുള്ള ചില കാര്യങ്ങൾ, ഒരു പ്രൊമോഷനെയും ബാധിക്കില്ല ശ്രീ ഷഫീർ. ഇപ്പോ വൈസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പിന്നെ നമ്മുടെ LP UP ക്ലാസ്സുകൾ ഉൾപ്പെടെ ഉള്ളയിടങ്ങളിൽ ഹെഡ് മാഷുമാരായിരിക്കുന്നവരുടെ അതേ അവസരങ്ങൾ ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകളിലെ വൈസ് പ്രിൻസിപ്പലിനും ഉണ്ടാകും. ഒരു മാറ്റവും ഇല്ല. അവരുടെ പ്രൊമോഷൻ ഒരു പ്രശ്നവും ഇല്ല. AE ആകേണ്ട ആളുകൾ ആ പോസ്റ്റിലേക്ക് പോകും. ഉയർന്ന നിലവാരത്തിലേക്ക് പോകേണ്ട ആളുകൾ അവരെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കരുത്. ഇനി
ഇവിടെ സംഭവിക്കുന്നത് നിയമന നിരോധനം ഉണ്ടാവും. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? കഴിഞ്ഞ 1000 ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 1,10,000-ലധികം പേർ കേരളത്തിൽ PSC മുഖാന്തിരം PSC ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജോലിയിലേക്ക് അവസരം കിട്ടുകയാണ്. ഞാൻ ഒരു കാര്യം, ഹയർ സെക്കൻഡറി, HSA, UPSA അവരുടെ റാങ്ക് ഹോൾഡേഴ്സുമായി നല്ല ബന്ധമുള്ളവരാണ്. അവരെല്ലാം തൃപ്തരാണ്. കാരണം അധ്യാപക മേഖലയിൽ നിയമനം വ്യാപകമായി കേരളത്തിൽ നടക്കുകയാണ്. അപ്പോ ഇത് കേവലമായി രാഷ്ട്രീയ വിമർശനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഈ റിപ്പോർട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തും. KER-മായി ബന്ധപ്പെട്ട പരിഷ്കരണം, അത് കാലാനുസൃതമായ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ കാര്യം വ്യക്തമാണ്. ശ്രീ M. ജയചന്ദ്രൻ, അതായത് സാങ്കേതികതകളോ റൂൾ ബിയിലെ ചട്ടം 4 ഒന്നുമല്ല നാം മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സാധാരണ ജനത്തെ സംബന്ധിച്ച് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടുന്ന ഒരു സാധാരണക്കാരന്റെ പരിപ്രേക്ഷ്യത്തിൽ ഈ കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെടണം, കൂടുതൽ കാര്യങ്ങൾ സുഗമമാകണം എന്നതാണ് അതിലെ ഉദ്ദേശം. നമ്പർ 1, ഒരുപക്ഷെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, ശ്രീ ജയചന്ദ്രൻ, കുട്ടികൾ വർദ്ധിക്കുകയാണ്. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ഒറ്റ ദിവസം തുറക്കുന്നു. ഇങ്ങനെ ഏതർത്ഥത്തിലും സമഗ്രമായി രക്ഷകർത്താവിനും വിദ്യാർത്ഥിക്കും അനുകൂലമായ തരത്തിലേക്കുള്ള ഒരു സമഗ്രമാറ്റമുണ്ടോ? അതിന് വിരുദ്ധമാണോ ഇത് എന്നതാണ് വിഷയമായി കാണേണ്ടത്. ലഘൂകരിക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകന്റെ വീക്ഷണം. തീർച്ചയായും ഇതിന് 2 മാനങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ കേരളം ഭരിക്കുന്ന LDF സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ഒരു യജ്ഞമായി തന്നെ അത് ടാസ്കായി എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു നല്ല തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കാര്യത്തിൽ പൊതുവായൊരു സമവായം രൂപപ്പെടുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുന്നു. അങ്ങനെ ആവുമ്പോൾ, അങ്ങനെ പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞം വളരെ നല്ല മികവോടുകൂടി മുന്നേറുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ മൊത്തത്തിൽ ഹോളിസ്റ്റിക് ആയിട്ട് കോംപ്രഹെൻസീവായിട്ട് എടുക്കുകയും അതിനാവശ്യമായ പരിഷ്കരണങ്ങൾ വരുത്തുകയും ചെയ്യുക എന്നത് സ്വാഭാവികമായും സർക്കാർ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ തന്നെയാണ്. ഇപ്പോൾ നിലനിൽക്കുന്നത് 10+2+3 എന്നുള്ള സമ്പ്രദായമാണ്. ആ സമ്പ്രദായത്തിൽ ആ 3 അവിടെ നിൽക്കട്ടെ, 10+2 എന്നുള്ളത് 3 ഡയറക്ടറേറ്റുകൾ കീഴിലാണ് നിൽക്കുന്നത്. ഈ 3 ഡയറക്ടറേറ്റുകൾ ഒന്നാക്കുന്ന പ്രാഥമികമായ നടപടി, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ നമ്മുടെ അനിൽ വട്ടപ്പാറ ഒക്കെ ഉന്നയിച്ച, അല്ലെങ്കിൽ നമ്മുടെ ഷഫീർ ഉന്നയിച്ച സംശയങ്ങൾ, ചില പ്രശ്നങ്ങൾ, അത് സാധാരണഗതിയിൽ വലിയ ഹിമാലയൻ പ്രശ്നങ്ങളൊന്നുമല്ല. ഇത്തരം വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചില ഇടപെടേണ്ട കാര്യങ്ങൾ മാത്രമാണ്. അത് ഇനിയുള്ള ചർച്ചകളിൽ ബന്ധപ്പെട്ട സംഘടനകളും അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ആയിട്ടുള്ള ചർച്ചകളിൽ മറ്റാവുന്ന കാര്യങ്ങൾ. പക്ഷേ കാണേണ്ട കാര്യം ഇത് മാറണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗം മൊത്തമായിട്ട് തന്നെ എടുത്തു നോക്കിയാൽ എത്രയോ കാലം മുതൽ അധ്യാപകരുടെ കാര്യം, മുണ്ടശ്ശേരിയുടെ കാലത്ത് അധ്യാപകരുടെ സ്ഥിതി എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹം മാറ്റിക്കൊണ്ടുവന്നൊക്കെയുള്ള അധ്യാപക സംഘടന നേതാക്കന്മാർക്ക് വീട്ടിലിരിക്കുന്നവർക്ക് അറിയാം. അതിനെക്കുറിച്ച് ഞാൻ ആ ചർച്ചയിലേക്കേ പോകുന്നില്ല. പക്ഷേ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെയാണ് മാറ്റിക്കൊണ്ടുവന്നത്, ആ മാറ്റം വളരെ ഗണ്യമായൊരു പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വിലയിരുത്തുകയും ആ പുരോഗതി വീണ്ടും ഒരു സ്ഥായിയായ അടിത്തറയിലേക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന നയം ആവിഷ്കരിക്കുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത്, ഈ പുതിയ പരിഷ്കരണത്തിലൂടെ ചെയ്യുന്നത്. അതിന് അതേസമയം എതിർക്കുന്ന, വളരെ ശക്തിയായിട്ട് എതിർക്കുന്നുണ്ട് NS പോലുള്ള സംഘടനകൾ. ഞാനത് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ശനിയാഴ്ച 22-ാം തീയതി NSSന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവരൊരു പ്രമേയം പാസ്സാക്കി. അതിൽ പറയുന്നത് 1 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവും മാനസികമായ വളർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള വിഭജനത്തെ തകർക്കുന്നതാണ് ഗവൺമെന്റ് വിവക്ഷിക്കുന്ന ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഏകീകരണം എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത്രത്തോളം റിജിഡായിട്ട് ഇടുങ്ങിയ നിലവാരത്തിലേക്ക് ചർച്ച ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വിഷയമാണ് എന്നുള്ള ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ കാതലായ ചോദ്യം വരുന്നത് ഇതാണ്, വിദ്യാഭ്യാസം എന്ന് പറയുന്ന കേരളത്തിൽ കുത്തകയല്ല, അതും കുത്തകയായിട്ട് വെക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് ഇത്രയേറെ വിപുലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചില സംഘടനകൾ, ചില പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ വരുന്നതിൻ്റെ പിന്നിൽ സൗദ്ദേശപരമാണോ എന്നുള്ളത് അജിം ഷാദിന് ആദ്യം ചോദിച്ചതുപോലെ അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല.
അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഗവൺമെന്റ് അങ്ങനെയല്ല കാണുന്നത്, വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതേസമയം ചില പ്രശ്നങ്ങൾ അധ്യാപകരുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഞാനും കരുതുന്നത്. അതൊക്കെ പരിഹരിച്ച് പോകേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഈ ഹയർ സെക്കൻഡറി ഇല്ലാത്ത സ്കൂളുകളുണ്ട്, ഹൈസ്കൂൾ മാത്രമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. അവിടുത്തെ അധികാരം എങ്ങനെയായിരിക്കും? ഹയർ സെക്കൻഡറി ഉള്ള സ്ഥലത്താണ് ഹെഡ് മാസ്റ്റർ വൈസ് പ്രിൻസിപ്പൽ ആവുന്നത്, ഇല്ലാത്ത സ്കൂളുകളിൽ എങ്ങനെയായിരിക്കും? അത്തരം പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ ഇനി വരുന്ന ചർച്ചകളിൽ ഗവൺമെന്റിന് അത് പരിഹരിക്കാനുള്ള വ്യക്തത വരുത്തണം. അത് ആ വ്യക്തത വരുത്താൻ സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ശരി, അനിവാര്യമായ പരിഷ്കാരമാണ്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് മാധ്യമ നിരീക്ഷണമായി ഉയർന്നു വരുന്നത്. അതായത് ശ്രീ അനിൽ വട്ടപ്പാറ, ചർച്ച തുടരുമ്പോൾ അതായത് മാറണം, ഒരു പരിഷ്കാരം വേണമെന്നത് നിങ്ങളുടെയും ആവശ്യമാണ്. അതിനനുകൂലമായ പരിഷ്കാരമാണോ ഇത് എന്നുള്ളതാണ് വിഷയം. ഇവിടുത്തെ പരിഷ്കാരത്തെ സംബന്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് അക്കമിട്ട് നിരത്തിയ ഒരു കാരണങ്ങളല്ല, മറിച്ച് ഈ മാറ്റത്തിൻ്റെ ഉദ്ദേശശുദ്ധിക്ക് വിരുദ്ധമായ രീതിയിലേക്ക് ചർച്ചകളെ കൊണ്ടുപോവുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് ഇതിലെ രാഷ്ട്രീയ ഉദ്ദേശമാണെന്ന്. ഇത് മാറണമോ? ഈ മാറ്റത്തിൽ എന്താണ് നിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം? വിദ്യാഭ്യാസത്തിന്റെ മൂല്യം വർദ്ധിക്കാത്തതാണ് ഈ മാറ്റം എന്ന് അഭിപ്രായമുണ്ടോ? അല്ലെങ്കിൽ അധ്യാപകരും അനധ്യാപകരുമായി ഉള്ളവരുടെ അവരുടെ തൊഴിൽപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? എന്താണ് ഈ മാറ്റത്തിന് വേണ്ടി ഒരു മാറ്റം? അതാണ് ഖാദർ കമ്മിറ്റിയിൽ ഞങ്ങൾ കാണുന്നത്. കാരണം മാറ്റത്തിന് വേണ്ടി ഒരു മാറ്റം, ഞാൻ നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ പരീക്ഷാ സമയത്തിൽ മാറ്റമില്ല, അതുപോലെ ക്ലാസ്സിൽ മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞു. എന്താണ് മാറ്റമില്ലാത്തത്? ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാ സമയം എത്രയാ? 3 മണിക്കൂർ. ഹൈസ്കൂളിൽ എത്രയാ? 1.5 മണിക്കൂർ, 2.5 മണിക്കൂർ. UP ക്ലാസ്സുകളിലെ പരീക്ഷാ സമയം എത്രയാ? അപ്പോൾ ഇതിലെല്ലാം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊരു മാറ്റവും വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് നമുക്ക് ഹയർ സെക്കൻഡറി കുട്ടികൾ എന്ന് പറയുന്നത് അവരെ കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല ഹൈസ്കൂളിലെ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ പരീക്ഷാ സമ്പ്രദായം, അവരുടെ പാഠ്യപദ്ധതി രൂപീകരണം, പിന്നെ ഗവൺമെന്റ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ PTA ഒന്നാക്കി. ഇവിടെ ഒരു സ്കൂളിലും ഈ പറഞ്ഞ തരത്തിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. UP അധ്യാപകരും ഹൈസ്കൂൾ അധ്യാപകരും ഹയർ സെക്കൻഡറി അധ്യാപകരും ഇപ്പോൾ സ്കൂളിന്റെ പുരോഗതിക്കായി ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എവിടെയെങ്കിലും അതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, കോടതി പ്രശ്നങ്ങൾ, സർവീസ് പ്രശ്നങ്ങൾ, അതൊക്കെ കേരള സമൂഹത്തിൽ സ്വാഭാവികമായി കാണുന്നതാണ്. അതൊന്നും ഇതിനൊരു ഘടകമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം KPSTയെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും നമുക്കറിയാം, DPEP ആണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് തരിപ്പണമാക്കിയതെന്ന് എല്ലാവർക്കും അറിയാം. പൊതുജനം പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന്, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറകോട്ട് പോയതിന് കാരണം ഒന്നും പഠിക്കാനില്ല. കുട്ടികൾക്ക് പരീക്ഷ ഇല്ലാത്ത ഒരു കാലഘട്ടം, അവർക്ക് അല്ല നേരത്തെ പറയട്ടെ, ഈ പരീക്ഷ നടത്തിയത് കൊണ്ട് ഹെഡ് മാസ്റ്ററെ ശിക്ഷിച്ച ഗവൺമെന്റ് ആയിരുന്നു ശ്രീ അച്യുതാനന്ദന്റെ ഗവൺമെന്റ്. ശ്രീ MA ബേബി ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോ കണ്ടന്റ് ബേസ്ഡ് കരിക്കുലം കൊണ്ടുവന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ്. അവിടെ ഒരു പാർട്ടിയുടെ ആളുകളെ വെച്ചല്ല പിന്നെ അന്ന് കരിക്കുലം രൂപീകരിച്ചത്. ഇപ്പൊ ഇവിടുത്തെ കരിക്കുലം കമ്മിറ്റിയിൽ എത്ര പേരാണ് ഇടതുപക്ഷ ചിന്താഗതി അല്ലെങ്കിൽ ഗവൺമെന്റിനെ പിന്താങ്ങുന്ന ആളുകൾ മാത്രം എന്ന് തന്നെ പറയാം. വളരെ 1-2 ആളുകൾ മാത്രമാണ് മറ്റ് ചിന്താഗതിയിലുള്ള, അത് അവരെ തീർത്തും ഒഴിവാക്കാതെ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം 2 പേരെ ഉൾപ്പെടുത്തി. ബാക്കി 56-ൽ പരം കരിക്കുലം. അപ്പൊ അവിടെയൊക്കെ കരിക്കുലത്തിൽ രാഷ്ട്രീയം, ഈ നേരത്തെ പറഞ്ഞ എല്ലാത്തിലും ഇവിടെ രാഷ്ട്രീയം വൽക്കരണമാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. UDF ഗവൺമെന്റിന്റെ കാലത്ത് പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. ഒരു ആക്ഷേപം ആർക്കെങ്കിലും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീ ഹരീഷൻ മാഷുണ്ടല്ലോ, എന്തെങ്കിലും ആക്ഷേപം അവരുടെ പ്രതിനിധികളും അതുപോലെ ശാസ്ത്ര സാഹിത്യത്തിന്റെ പരിഷത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ അവരുടെയൊക്കെ പേര് നമ്മുടെ പാഠപുസ്തകങ്ങളിലുണ്ട്. ആരാണ് ആ പാഠപുസ്തകങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അതുകൊണ്ട് അതിന്റെ ഗുണം കൊണ്ടാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചല്ലോ. തെറ്റു വന്ന ഒരു സാഹചര്യമാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് കാണാതെ ബട്ടർഫ്ലൈ എന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ ആവശ്യം, അതാണോ നേട്ടം എന്നത് ഒരു സ്വകാര്യ പരിപ്രേക്ഷ്യത്തിൽ, സ്വകാര്യ വ്യക്തികളുടെ ഏതായ പരിപ്രേക്ഷ്യത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ ചിന്താഗതിയുടെ ഭാഗമായി രൂപം കൊണ്ട വിദ്യാഭ്യാസ സംസ്കാരത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് പൊതുവെ വിവക്ഷിക്കുന്നത്. അതല്ല, ആ വിഷയം നമ്മൾ വഴിമാറിപ്പോവും. DPP ഒക്കെ കാലങ്ങളായി നാം ചർച്ച ചെയ്ത് മാറ്റിയ ഇവിടുത്തെ ഈ പരിഷ്കാരം അഡ്മിനിസ്ട്രേഷനെ സുഗമമാക്കുമോ
വിദ്യാഭ്യാസത്തിന്റെ പ്രക്രിയയിൽ വിദ്യാർത്ഥിയുടെ മൂല്യത്തെ എങ്ങനെ തടസ്സപ്പെടുത്തും എന്ന് പറഞ്ഞു കൊടുക്കൂ. ഹരീഷ് പറയട്ടെ. യു പി ക്ലാസ്സുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രൈമറി തലത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ പുരോഗതിയെ പറ്റി ഖാദർ കമ്മിറ്റി എന്ത് പറയുന്നു? ഇവിടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം അത് ആർക്ക് വേണ്ടി ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും അധ്യാപക സംഘടന അവരുടെ സംസ്ഥാന സമ്മേളനങ്ങൾ സാധാരണ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ സർവമാന കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ അംഗീകൃത 36 അധ്യാപക സംഘടനകളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ജയിപ്പിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല? പോയിന്റ് അതായത് അധ്യാപകരുടെ അത് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു പോയിന്റ്, അതായത് ഈ അധ്യാപകർ ഇവിടെ ഷഫീറൊക്കെ ഉന്നയിച്ചതുപോലെ അധ്യാപകരുടെ അവകാശങ്ങളും തൊഴിൽപരമായ പുരോഗതിയും ബാധിക്കുന്നതാണ് ഈ പുതിയ പുരോഗതി എന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ട്? തീർച്ചയായിട്ടും. ശരി, ഹരീഷ് മാഷ്, ഇതില് നേരത്തെ നമ്മള് ഷഫീർ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായ പെശകിന്റെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. 1986 ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? 1 മുതൽ 12 വരെ ഒരു സ്കൂളിന്റെ ഭാഗമാകണം എന്നാണ്. നിഷേധിക്കാമോ ഇവർക്കാർക്കെങ്കിലും? അതിനുശേഷം ആചാര്യ കമ്മീഷൻ അതിന്റെ ഇംപ്ലിമെന്റേഷൻ പറഞ്ഞതും അന്നല്ല. പിന്നെ ആരാ പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്നത്? നമ്മളാണ് പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്നിട്ട് സ്കൂളിന്റെ ഭാഗം അല്ലാതാക്കിയത്. 1986 ഇവര് ഭരിക്കുന്ന കാലത്ത് ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കുക. ആ നയത്തിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുക കേരളത്തിൽ മാത്രം. അതിന്റെ ഭാഗമായിട്ടാണ് നവോദയ വിദ്യാലയങ്ങൾ വന്നത്. ആ നവോദയ വിദ്യാലയങ്ങൾ 1 മുതൽ 12 വരെയാണ്, 6 മുതൽ 12 വരെയാണ്. എന്തേ നിഷേധിക്കാത്തത്? എന്തേ CBSE വന്നപ്പോൾ നിഷേധിക്കാത്തത്? 86 ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് അല്ലേ കൊണ്ടുവന്നത്. അതിൽ രാഷ്ട്രീയം ഞാൻ പറയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇവര് പട്ടികളാക്കുകയാണ് നമ്മളെ, ആടിനെ പട്ടികളാക്കുന്ന സമീപനം. ഇനി വേറൊന്ന്, എവിടെയാ ഹൈസ്കൂൾ മാഷന്മാർക്ക് ഇളവ് ചെയ്തിട്ടുള്ളത്? എവിടെയാണ് ഇളവ് ചെയ്തിട്ടുള്ളത്? കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വെറുതെ പറയാണ്. ഒരു നമ്മളെ മുമ്പില് നമ്മൾ പറയുന്ന ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് എവിടെയാണ് ഇളവ് ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഇത്രയും കാലത്ത് അനിൽ വട്ടപ്പാറയുടെ ഉൾപ്പെടെയുള്ള പ്രശ്നം എന്താ? ഇത് കൂട്ടിയതുകൊണ്ട് പ്രശ്നം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും പറയണത് എനിക്ക് തോന്നുന്നത് ചെന്നിത്തല അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. ഇപ്പൊ കുറവ് പറഞ്ഞു എന്ന് പറയണമെന്നാണ് ഇപ്പൊ വാക്കിലേക്ക് എത്തി. ഹരീഷ് മാഷ് സൂചിപ്പിച്ചു. ചെന്നിത്തല ഇത് ഒരു കാര്യം പറഞ്ഞു, നിയമന നിരോധനം എവിടെയാണ് ഒരു നിയമന നിരോധനം ഉണ്ടാകുക? അതാണ് അത് എന്തൊരു ഈ ചാനലിന്റെ മുമ്പിൽ എന്തും പറയാമോ? എവിടെയാണ് നിയമന ഒരു നിരോധനം? ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പം അനിൽ വട്ടപ്പാറയും ഷഫീഖും പറയട്ടെ, ഈ വർഷം മാത്രം നിഷേധിക്കട്ടെ 8000-ലധികം PSC പോസ്റ്റിംഗും അധ്യാപന മേഖലയിൽ മാത്രം. ഇപ്പം ഇനി ജൂലൈ 15 ഫിക്സേഷൻ കൂടി കഴിഞ്ഞാൽ എയ്ഡഡ് പ്രൊമോഷൻ സാധ്യത തടയുമോ? പുതിയ തസ്തിക നിങ്ങൾ PSC നിയമനം നടന്നാ പറഞ്ഞത്. എയ്ഡഡ് സെക്ടറിൽ വരണത്രേ ജൂലൈ 15. നിങ്ങൾ പറയണ മനസ്സിലാക്കണം. കരിക്കുലം കമ്മിറ്റി ആരാ രാഷ്ട്രീയവൽക്കരിച്ചത്? അനിൽ വട്ടപ്പാറ പറയട്ടെ, ലീഗിന്റെ ആളുകളെ കൊണ്ട് ചേർത്തപ്പോ നിങ്ങൾ പ്രസ്താവന ഇറക്കിയെന്നാ EGM തൊഴുത്തുന്ന? ഞങ്ങൾ ഇറങ്ങിയല്ല. EGM തൊഴുത്താണ് ഇത് വൃത്തിയാകണം എന്ന് പറഞ്ഞിട്ട് വീക്ഷണം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്താ. കേക്ക് അതിനേക്കാൾ ഗതികേടെന്ന് ആരും പറഞ്ഞോ? നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഗതികേടാണെങ്കിൽ കുട്ടികൾ 1,67,000 കുട്ടികൾ വരുമോ? ഈ EGM തൊഴുത്താണെങ്കിൽ 1,67,000 കുട്ടികൾ ഇപ്രാവശ്യം വരുമോ അനിൽ വട്ടപ്പാറ? അതുപോലെ ഷെഫീഖ് പറയട്ടെ, 3 വർഷം കൊണ്ട് 5,10,000 കുട്ടികൾ പുതുതായിട്ട് വന്നല്ലോ. കെട്ടിടം മാറിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ? ഭൗതിക സാഹചര്യം മാറിയിട്ടില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? MLA ഫണ്ട്, അത് MLA പത്രങ്ങൾ എഴുതി ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ഒരു മണ്ഡലത്തിൽ 5 കോടി കൊടുക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 1 കൊടുത്തോ? ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ എല്ലാവരും ഇന്നലെ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രം എഴുതിയ വാർത്ത വായിക്കും. മാതൃഭൂമി നമ്മളാരും പറയണ്ട, ദേശാഭിമാനി എഴുതി പറയണ്ട. മാതൃഭൂമി എഴുതിയ വാർത്ത എന്താ? മാറുന്നു എന്നാണ്. ഈ ദേശാഭിമാനി എഴുതി, മനോരമ എഴുതി. കോടിക്കണക്കിന് റുപ്യ ഈ മേഖലയിൽ ചെലവഴിച്ചപ്പോ സ്കൂളിന്റെ അന്തരീക്ഷം മാറി എന്നാ പറഞ്ഞത്. ആ മാറാൻ വേണ്ടിയാണ് ഈ നിങ്ങളെ കരിക്കുലം കമ്മിറ്റിയില് നിങ്ങളിപ്പോ വാദം ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കരിക്കുലം കമ്മിറ്റി ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്രാവശ്യമോ കഴിഞ്ഞ നിങ്ങളെ ഭരിക്കുന്ന സമയത്ത് കരിക്കുലം കമ്മിറ്റിയിൽ ആരാ ഉണ്ടായിരുന്നേ? നിങ്ങൾ തന്നെയല്ലേ നമ്മൾ രഹസ്യമായി പറഞ്ഞത് ഇവരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഇപ്പൊ കൊടുത്തല്ലോ നമ്മൾ കുറെ ആളുകളാ. അപ്പോ കരിക്കുലം കമ്മിറ്റി മാത്രമല്ല, പിന്നെ നിങ്ങൾ അടിസ്ഥാനമായി വേറെ പശു വരുന്നുണ്ട്. ലയനം ആരാ പറഞ്ഞത്?
എവിടെയാണ് ലേലം പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ലേലം എന്ന് പറയാൻ പാടില്ല. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കും നിങ്ങൾ. ഒരു സ്ഥലത്തും ഒരു ഭാഗം തന്നെ, ഒരു ഭാഗമല്ല പറയുന്നത്, അതിലൊരു പൂർണ്ണത ഉണ്ടല്ലോ. ആ ലേലം എന്ന വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി പറയാൻ നിവൃത്തിയില്ല. മലയാളികൾക്ക് അവസരം നഷ്ടപ്പെടുന്നതിന് മലയാളം പാടില്ല എന്ന് മലയാളി പറയുന്നു. മലയാളം പഠിക്കുന്നതാണ് ഇവർ പറയണേ. ഇപ്പൊ എന്താ ചെയ്ത്? പാഠപുസ്തകം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. കുട്ടി പഠിക്കുന്ന ഇംഗ്ലീഷ് തന്നെ. എന്നാൽ എന്നെ പോലത്തെ ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല. മലയാളത്തിന്റെ ഒരു പുസ്തകവും. വെരി ഗുഡ്. ആരാണ് മലയാളം പഠിപ്പിക്കുന്നത്? തീർച്ചയായും തീർച്ചയായും അത് അനിവാര്യമാണ്. നടന്നിട്ടുള്ളൂ. നെഹ്റുവിന്റെ ലേഖനങ്ങൾ വായിച്ചത് കണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മലയാളം മീഡിയത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന ചരിത്രം മൂല്യങ്ങളുടെ ഭാഗം കൂടിയാണ്. മലയാളത്തിൽ IAS ഉണ്ട്. മലയാളത്തിൽ IAS എടുക്കുന്നു. മലയാളി പറയുന്നു ഞാൻ മലയാളം ഇപ്പൊ ഇന്ത്യയിൽ പോകുന്നതിന് മലയാളം തടസ്സമാണെന്ന. നിങ്ങളെ പോലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിൽ ഇരുന്നു കൊണ്ട് മലയാളം പഠിക്കരുത്, അവസരം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി ആരാ സിലബസ് ലഘൂകരിച്ചത്? കേരളത്തിൽ എവിടെയാണ് സിലബസ് ലഘൂകരിച്ചത്? മാത്രം ഷഫീറിലേക്കും ഷിജു ഖാനിലേക്കും എത്താം. ശ്രീ BRM ഷഫീർ, ഹരികൃഷ്ണൻ മാഷ് മുമ്പോട്ട് വെച്ചതുപോലെ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്നതിനപ്പുറത്തേക്ക് കാതലായ ഒരു ക്രിയാത്മക വിമർശനവും ഈ മാറ്റവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെക്കാൻ ആകുന്നില്ല. അതിനെയാണ് ഹരികൃഷ്ണൻ പറയൂ. 46 ലക്ഷം കുട്ടികളെയും 2.5 ലക്ഷത്തോളം അധ്യാപകരെയും നേരിട്ട് ബാധിക്കുന്ന ഇഷ്യൂ ആണെന്ന കാര്യം തർക്കമില്ലല്ലോ. ഇല്ല. ആ തർക്കം നിയമന നിരോധനവും പ്രമോഷൻ നിരോധനവും പറഞ്ഞത് അത് തെറ്റല്ലേ? വസ്തുതാപരമായി 23 പരം സംഘടനകൾ വിയോജനക്കുറിപ്പോട് കൂടി പ്രതിഷേധത്തിൽ നിൽക്കുന്നു. സാമൂഹിക സംഘടന അടക്കം. ശരി, എന്റെ ചോദ്യം ഇവിടെ SFIയുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇതിൽപ്പെട്ടില്ല. സുഹൃത്തെ, അത് പഴയ ഡിവൈഎഫ്ഐ ഇരിക്കട്ടെ. SFI നിങ്ങളുടെ സംഘടനയിലെ, നിങ്ങളുടെ ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട സംഘടനയിലെ SFIക്കാരെങ്കിലും വിളിച്ചു വരുത്തി ഈ കരിക്കുലം മാറ്റത്തെ സംബന്ധിച്ചും സ്കൂൾ സംയോജനത്തെ സംബന്ധിച്ചും ഒരു ചർച്ച, ഒരു ഭേദഗതി, ഒരു ചർച്ച സംഘടിപ്പിച്ചതായിട്ട് സർക്കാരിന് പറയാൻ പറ്റുമോ? റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ചോദിച്ചു. നിങ്ങൾ ഏതെങ്കിലും അടുക്കള കാര്യം പോലെ സഖാവിന്റെ റൂമിനകത്ത് വിളിച്ചു വരുത്തി ചോദിച്ച പോലല്ലോ. നിയമാനുസൃതമായിട്ട് ഏതെങ്കിലും തലത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ആലോചിക്കാൻ, അധ്യാപക സംഘടനയുമായിട്ട് ആലോചിക്കാൻ, SFI ഉൾപ്പെടെ KS ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നമേ ഉള്ളൂ. ഇവിടെ ഇപ്പോ ഇളവുകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇളവുകൾ കൊടുക്കാതിരിക്കുന്നതിരിക്കട്ടെ, 3000-ൽ പരം വരുന്ന ഹൈസ്കൂൾ തലത്തിലെ ഹെഡ് മാസ്റ്റർമാർക്ക് അവരുടെ കാര്യങ്ങൾ മുൾമുന നിൽക്കുകയാണ്. ഹരികൃഷ്ണൻ മാഷ് അതിന്റെ സംഭവത്തെ കുറിച്ച് വിശദീകരിച്ചല്ലോ. എന്താണ് മുഴുവൻ ചുമതലയും പ്രിൻസിപ്പലിന് കൈമാറിയപ്പോൾ വൈസ് പ്രിൻസിപ്പൽ, അതായത് പ്രിൻസിപ്പൽ ഒറ്റയ്ക്കാണ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓഫീസില്ല എന്ന പരാതി പറഞ്ഞത്. ഹരികൃഷ്ണൻ മാഷ് അധികാരത്തിന്റെ നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് ഈ ഗസറ്റാണ്. ഇപ്പൊ നോക്ക്, ഗസറ്റ് ഒന്ന് കാണിക്കണം. 15 general supervision subject to the power of duties and function vested with the headmaster or vice principal under rule 10, 11, 13, 14 and 15. It is having standard 1 to 12. The general supervisor of such a school shall vest with the principal of the school. എനിക്ക് മറുപടി പറയാൻ അവസരം. വളരെ സങ്കുചിതമായ നിങ്ങൾ ഷഫീറിനെ മാത്രം എഴുതി അഭിപ്രായം പറയാനുള്ള അവസരം. വളരെ സങ്കുചിതമായ, അങ്ങേറ്റം രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിലപാടാണ് അനിൽ വട്ടപ്പാറയും ഷഫീറും
അന്ധമായ ഒരു രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പൽ ഒരു പിന്നെ ഹയർ സെക്കൻഡറി ഉള്ള ഒരു സ്കൂളിൽ പ്രിൻസിപ്പലായിട്ട് ഒരാളെ നിയോഗിക്കുന്നു, വൈസ് പ്രിൻസിപ്പളായി അവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ആൾ വരുന്നു, ഓൾ ഓവർ അവരുടെ എല്ലാം ചുമതലകൾ നിർവഹിക്കുന്നു. ഇതൊരു ഗുണപരമായ മാറ്റമാണ്. ഇതിനെ എന്തിനാണ് സ്ഥാനം നഷ്ടപ്പെടുന്നു, പദവി നഷ്ടപ്പെടുന്നു? ഈ ഒരു അധ്യാപക മൂവ്മെന്റിൽ നിൽക്കുന്ന ഒരാൾ ഇത് പറയാൻ പാടുണ്ടോ? അവരുടെ സേവന വേതന വ്യവസ്ഥയിൽ വൈസ് പ്രിൻസിപ്പളിന് യാതൊരു പ്രശ്നവും വരുന്നില്ല. അവരുടെ പ്രൊമോഷൻ കാര്യങ്ങളിൽ ഒരു പ്രശ്നവും വരുന്നില്ല. മാഷ് അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ പറയട്ടെ. ഇനി ഇതിന് ഗുണപരമായ മാറ്റം, ഇത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഇതുവരെ ഇല്ലാതിരുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു. നമ്മുടെ ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും ഹൈസ്കൂളിന്റെയും അടക്കമുള്ള ചുമതലകൾ പിന്നെ DGIയുടെ ഭാഗമായി വരുന്നതോടുകൂടി കൃത്യമായ ഇടപെടൽ നന്നായി സംഘടിപ്പിക്കാൻ കേരളത്തിൽ സാധ്യത ഒരുങ്ങുകയാണ്. അപ്പോ വിദ്യാഭ്യാസ രംഗത്ത് വലിയ അപകടം ഉണ്ടാക്കുന്നു എന്ന് അനിൽ വട്ടപ്പാറയും ഷഫീറും പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം പേറുന്ന അധ്യാപകർ പോലും വിശ്വസിക്കുകയില്ല. NSS മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കക്ഷികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഗസറ്റിന്റെ ആ വിജ്ഞാപനത്തോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇനി ഞാൻ ഒരു കാര്യം കൂടി, UDFന്റെ കാലത്ത് ഇതല്ല നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ സ്ഥലം മാറ്റത്തിലെ അഴിമതിയാണ് UDFന്റെ കാലത്ത് ചർച്ച ചെയ്തത്. പാഠപുസ്തകം സ്കൂൾ തുറന്നാലും ക്രിസ്മസ് പരീക്ഷയായാലും എത്താത്തതാണ് നമ്മളന്ന് ചർച്ച ചെയ്തത്. യൂണിഫോമിന്റെ പേരിലുള്ള അഴിമതിയാണ് അന്ന് ചർച്ച ചെയ്തത്. EGN തൊഴുത്ത്, എന്റെ ബഹുമാന്യനായ അനിൽ വട്ടപ്പാറ, ഞാൻ പറയട്ടെ, EGN തൊഴുത്ത് കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണം UDFന്റെ കാലത്ത് വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഇപ്പൊ അത് മാറി. ഷിജുഖാൻ, ഒരു കാര്യം കൂടി, അതായത് അബ്ദുൾ റബ്ബിന്റെ കാലഘട്ടത്തിൽ പുസ്തകം എത്താത്തതല്ല, ഇപ്പോൾ മറ്റൊരു വലിയ അപകടം എത്തുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തെ വളരെ കാതലായ അതായത് മീൻസ് വളരെ സങ്കുചിതമായ ചില മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നു. അതിനോട് ഒരു പരിഭവവും പ്രതിപക്ഷത്തിനില്ല. അത് ഉയർത്തേണ്ട കോമ്പൗണ്ടിൽ 1 മുതൽ 12 വരെ ഹയർ സെക്കൻഡറി ഡയറക്ടർ അവധി പ്രഖ്യാപിക്കണം, അതല്ലെങ്കിൽ DPI അവധി പ്രഖ്യാപിക്കണം, VHS ഡയറക്ടർ അവധി പ്രഖ്യാപിക്കണം. ഒരു കോമ്പൗണ്ടാണ്. അതിനെ കേൾക്കില്ല. CBSE സ്നേഹിക്കണം, അൺഎയ്ഡ് സ്നേഹിക്കണം, നമ്മൾ ICS സ്നേഹിക്കണം. ഇവിടെ നന്നായിക്കൂടാ, അതാണ് വിഷയം. ഇത് കാതലായ പ്രശ്നമാണ്. ഇവിടെ നന്നായിക്കൂടാ. മറുപടി പറഞ്ഞു. എതിർക്കുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങൾ കൊള്ളാമെങ്കിൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ CBSEയിലോ ICSEയിലോ നവോദയയിലോ കേന്ദ്രീയ വിദ്യാലയത്തിലോ ഈ മാറ്റം ഉണ്ടായപ്പോൾ നിശബ്ദത പാലിച്ച് ഞാനിപ്പോ പറയാം, സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരാൻ വേണ്ടി UDF ശ്രമകരമായ തീരുമാനമെടുക്കുകയും സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയപ്പോൾ നാടുകളെ സമരം നടത്തി ഞങ്ങൾ അപഹസിച്ചവരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ എല്ലാത്തിനും എതിർക്കുന്നുള്ളത്. സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം CBSEയിലും ICSEയിലും നവോദയയിലും ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. അവിടെ ഉയർന്ന കാതലായ ചോദ്യം ഇതാണ്. ICSEയിലും CBSEയിലും മറ്റു പരിഷ്കാരങ്ങൾ ഉള്ളവരിടത്തും കൊണ്ടുവന്ന പരിഷ്കാരങ്ങളിൽ അസ്വസ്ഥമാകാത്തവർ പാവപ്പെട്ടവൻ പഠിക്കുന്ന സ്കൂളുകൾ സമഗ്രമാകുമ്പോൾ അസ്വസ്ഥമാകുന്നത് എന്തിനെന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് മേൽ ഉയർത്തിയിരിക്കുന്നത്. അതായത്
പ്രതിപക്ഷം പറഞ്ഞു മാറണം, വിദ്യാഭ്യാസം പരിഷ്കരിക്കണമെന്ന്. കോടതിയും പറഞ്ഞു ആ അർത്ഥത്തിലേക്ക് നിങ്ങൾ പോകൂ എന്ന്. എല്ലാം അനുകൂലമായി മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ ശബ്ദങ്ങൾ ഉയർത്തി വരുന്നത് എന്ത്? രാഷ്ട്രീയ പ്രേരിതം എന്ന ആരോപണത്തിന് അവിടെയാണ് ബലപ്പെടുന്നത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.